ഈ വീഡിയോ മകരമാസം 1-ാം തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ. അതായത് മകരവിളക്കിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മലനട അമ്പലത്തിൽ എല്ലാ വർഷവും ലക്ഷദീപം എന്ന ഒരു വഴിപാടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് പകൽ ഒരു 11:30 തൊട്ട് നമുക്ക് അന്നദാനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്നദാനത്തിന് പോയി. ആദ്യക്കുട്ടനും ഞാൻ എടുത്തുകൊണ്ട് നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂ നിൽക്കണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ ആദ്യം തന്നെ പായസമൊക്കെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു. പാറൂസും ഞാനും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മ ക്യൂ നിന്ന് ചോറൊക്കെ വാങ്ങി വേറെ എടുത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ട് വെച്ച് കഴിഞ്ഞാണ് അമ്മയെ കണ്ടത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീണ്ടും 6 മണിയായപ്പോഴത്തേനും ഞങ്ങൾ കുളിച്ചൊരുങ്ങി വീണ്ടും പോവുകയാണ്. 6:30 മുതലാണ് നമുക്ക് ലക്ഷദീപം കത്തിക്കാൻ തുടങ്ങുന്നത്. ഈ വർഷം 3 ലക്ഷം ദീപമാണ് കത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം 1 ലക്ഷമേ ഉള്ളായിരുന്നു. ഈ വർഷം 3 ലക്ഷമാണ്. അതായത് അത്രയധികം സ്ഥലമുണ്ട് നമുക്കിവിടെ ഈ അമ്പലത്തിൽ. ദക്ഷിണ ഭാരതത്തിലേക്ക് ദുര്യോധന ക്ഷേത്രവും അതേപോലെ ഭക്തജനങ്ങളും ഒരുപാടുള്ളൊരു ക്ഷേത്രവും. അത്ര തിരക്കുണ്ടായിരുന്നു ഈ വർഷം ഇവിടെ. കഴിഞ്ഞ വർഷം ഇത്രയും പോലും ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ആദ്യമേ പാറൂസ് തന്നെ വിളക്ക് കത്തിക്കുന്നുണ്ട്, ദീപം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടനും കത്തിച്ചു, ഒപ്പം അമ്മയും കത്തിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് പനിയും ആയിട്ടുണ്ട്, വോയിസ് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുപാട് ലോങ് വീഡിയോ ഒരുപാട് ഇതെല്ലാം കത്തിക്കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവിടെ മലപ്പുറത്തോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. അവിടെ ഒരുപാടുണ്ട് ആ മലമുകളിൽ. നല്ല ദീപം കത്തി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പല ഇനം ഡിസൈനുകളിലും പല പല രീതിയിൽ ഒരുപാട് ഭംഗിയായിരുന്നു കാണാൻ. എന്തോ ഒരു മനസ്സ് നിറഞ്ഞു ഇവിടെ വന്ന മലനട അപ്പൂപ്പൻ്റെ മുന്നിൽ വന്ന് ദീപം കത്തിക്കുമ്പോൾ. പിന്നെ അമ്പലത്തിൽ കുറച്ച് നേരമൊക്കെ നിന്ന് ആദ്യക്കുട്ടന് ബലൂണ് വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതായി പോന്ന ബലൂൺ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അമ്മയും ആദ്യക്കുട്ടനും ഞാനും പാറൂസും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ കുട്ടികളുടെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീമും തിന്ന് വീട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ എനിക്ക് പനിയാകാൻ കാരണം തന്നെ എന്താ, ഈ കോൺ ഐസ്ക്രീം കഴിച്ചതിലാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പനിയായത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.